ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന യൂണിറ്റ് 2 ദ വിങ്സ് ഓഫ് ചേഞ്ച് എന്ന വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന പാഠത്തിലെ യൂണിറ്റ് 2 പാഠത്തിലെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്നൊരു ചെറിയൊരു കഥയാണ് അല്ലേ. ഒരു ട്രെയിനിൻ്റെ കഥയാണ്. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ ചങ് 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 puff puff puff. The little train ran along the tracks. She was a happy little train. അവളൊരു അത്രയും സന്തോഷകരമായ ഒരു കൊച്ചു തീവണ്ടിയാണ്. Her cars were full of good things for boys and girls. അവളുടെ കാർസ് എന്ന് വെച്ചാൽ എന്താണ്, ബോഗികൾ അല്ലേ. ഓരോ ബോഗികളിലും എന്താണ് അത്രയും ഗുഡ് തിങ്സ് എന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളും ഫുഡ് ഐറ്റംസൊക്കെയാണ് അവരുടെ ലിറ്റിൽ ട്രെയിനിൻ്റെ കാഴ്സിലുള്ളത്. ദർ വെർ ഓൾ കൈൻഡ് ഓഫ് ടോയ്സ് ആനിമൽസ്. പലതരം ടോയ്സും ആനിമൽസൊക്കെ ഉണ്ട് അല്ലേ. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, ടെഡ്ഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ് അല്ലേ. ജിറാഫിന് വലിയ നീണ്ട നെക്സ് കഴുത്തുള്ള ജിറാഫ്സ്, ടെഡ്ഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ് കഴുത്തില്ലാത്ത ടെഡ്ഡി ബിയർ. അങ്ങനെ കഴുത്തുണ്ട്, കുറുതായിട്ടല്ലേ ഉണ്ടാവുക. അങ്ങനെയുള്ള ടെഡ്ഡി ബിയേഴ്സ് ഉണ്ട്. ആൻഡ് ഇവൻ എ ബേബി എലിഫന്റ്. മാത്രമല്ല ഒരു ബേബി കൊച്ചു ആനയും കൂടി ഉണ്ട് അല്ലേ. ദർ വെർ ഓൾ കൈൻഡ് ഓഫ് ഡോൾസ്. പലതരം ടെഡ്ഡി ബിയേഴ്സ് ഡോൾസ് ഉണ്ട് അല്ലേ. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ അല്ലേ. And the funniest toy clown you ever saw അല്ലേ. ever saw. There were toy trucks ഉണ്ടല്ലേ. പിന്നെന്താണ്, എയറോപ്ലെയിൻസ് ഉണ്ട്, ബോർഡ്സ് ഉണ്ട്, there were pictures book ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ആൻഡ് ഡ്രംസ് ഉണ്ട് ടു പ്ലേക്ക് വേണ്ടിയിട്ടുള്ളത്. The little train carried very kind of toys that boys or girls could want. അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവൾ കൊണ്ടുപോകുന്നുണ്ട്, ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. But that was not all അല്ലേ. The little train carried good things to eat too. Big round orange, fat red apples, long yellow bananas, fresh cold milk, and lollipops to eat after dinner. അതൊക്കെയാണ് കളിപ്പാട്ടങ്ങൾ. മാത്രമല്ല അവൾ ഭക്ഷണ സാധനങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ്? ബിഗ് റൗണ്ട് ഓറഞ്ചസ്, വലിയ റൗണ്ടായിട്ടുള്ള വട്ടത്തിലുള്ള ഓറഞ്ചസ് എന്ന് വെച്ചാൽ എന്താണ്? ഓറഞ്ച് അല്ലേ. ഫാറ്റ് റെഡ് ആപ്പിൾസ് ഉണ്ട് അല്ലേ, ആപ്പിൾ ഉണ്ട് അല്ലേ. ലോങ് യെല്ലോ ബനാനാസ്, വലിയ നീണ്ടിട്ടുള്ള മഞ്ഞ കളറുള്ള ബനാനയുണ്ട്, പഴമുണ്ട്. ഫ്രഷ് കോൾഡ് മിൽക്ക്, ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് വെച്ചാൽ പാൽ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ആഫ്റ്റർ എന്ന് വെച്ചാൽ ശേഷം അല്ലേ, ബിഫോർ എന്ന് വെച്ചാൽ മുൻപ് അല്ലേ. ഇപ്പോൾ ലോലിപോപ്സ് എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഡിന്നർ കഴിച്ചതിന് ശേഷം മധുരം കഴിക്കുമല്ലോ നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് ലോലിപോപ്പ് കൊണ്ടുവന്നത്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടോക്കിംഗ് all these good things to the other side of the mountain. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യണം? ഒരു ടാസ്ക് ഉണ്ട് അവൾക്ക്. ഈ സാധനങ്ങളൊക്കെ മലയുടെ ഒരു മൗണ്ടൻ വെച്ചാൽ മലയുടെ അപ്പുറത്ത് അതർ സൈഡിൽ എത്തിക്കണം. അവിടെയാണ് കുട്ടികളുടെ സ്ഥലം അല്ലേ, കുട്ടികളൊക്കെ ഉള്ളത്. സിറ്റി പോലത്തെ സ്ഥലമാണ്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. എങ്ങനെയായിരിക്കും അവരെ കാണുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ആര് ചിന്തിക്കുന്നത്? ലിറ്റിൽ ട്രെയിൻ ചിന്തിക്കുന്നത്. said the little train. They will like the toys and good food that I am bringing. അവർക്ക് എൻ്റെ ഞാൻ കൊണ്ടുപോകുന്നതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്നാണ് ആര് വിചാരിക്കുന്നത്? നമ്മുടെ ലിറ്റിൽ ട്രെയിനെ വിചാരിക്കുന്നത്.
All at once the train came to a stop. She did not move at all. പക്ഷേ പെട്ടെന്ന് ആ ട്രെയിൻ നിന്നു അല്ലേ? ഇതൊക്കെ ചിന്തിച്ച് ഈ ട്രെയിൻ പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ ട്രെയിൻ അങ്ങ് നിന്നും പോയി, സ്റ്റോപ്പായിപ്പോയി. എന്തോ പറ്റി അല്ലേ? ഷീ ഡിഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അത് കുറേ സാധനങ്ങൾ, ചെറിയ എഞ്ചിനല്ലേ, ലിറ്റിൽ എഞ്ചിനാണല്ലോ, കുറേ സാധനങ്ങളും ലിറ്റിൽ എഞ്ചിൻ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ അവിടെ നിന്ന് സ്റ്റോപ്പായിപ്പോയി. ഹു ഡിയർ said the little train. What can be the matter? എന്താണ് പ്രശ്നം? She tried to start up again. ലിറ്റിൽ ട്രെയിൻ ചോദിച്ചു, എന്താ പറ്റിയ, പെട്ടെന്ന് ഒന്നുമില്ല എന്നുള്ള ഇത്ര നേരം. അവൾ വീണ്ടും വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബട്ട് കഴിയുന്നില്ല അല്ലേ? ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ് ആൻഡ് ഹെർ വീൽ ജസ്റ്റ് നോട്ട് ടേൺ. പക്ഷെ അവരുടെ വീൽസ് എന്ത് ചെയ്യുന്നില്ല, അനങ്ങുന്ന പോലുമില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ്സ് ആനിമൽസ്. എന്താ ചെയ്ത്? അപ്പോൾ ആ ടോയ്സ് ആനിമൽസ് കണ്ടപ്പോൾ അവരിങ്ങനെ വിളിച്ചു കൂക്കുക. നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ ഇപ്പോൾ നാട്ടുകാർക്ക് വിളിക്കില്ല, അതുപോലെ അവരിങ്ങനെ വിളിക്കുക, അയ്യോ നമുക്ക് ഹെൽപ്പ് വേണം. ടോയ്സ് ആനിമൽസൊക്കെ വിളിക്കുകയാണ്. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംബഡ് ഔട്ട് ദ കാസ് അല്ലേ? ടോയ്സും ക്ലൗൺ എന്ന് വെച്ചാൽ കോമാളി എന്ന് ടെഡ്ഡി ബിയറാണ്. അപ്പോൾ ആ ടെഡ്ഡി ബിയറൊക്കെ ഇറങ്ങി, ഇവിടുന്ന് ഇറങ്ങി, അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി, കാസിന്ന് ജമ്പ് ചെയ്തു അല്ലേ, ക്ലൈംബ് ചെയ്തു. എങ്ങോട്ടേക്ക്? പുറത്തേക്ക് ഇറങ്ങി അല്ലേ, ട്രെയിൻ നിന്നുകൊണ്ട്. ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവർ തള്ളാൻ ശ്രമിച്ചു. എന്തിനെ? ലിറ്റിൽ ട്രെയിനിൽ അല്ലേ? ആരൊക്കെ? ആനിമൽസും ക്ലൗണൊക്കെ തള്ളാൻ ശ്രമിച്ചു. ബട്ട് ഷീ ഡിഡ് നോട്ട് മൂവ്. പക്ഷെ അത് പോകുന്നേയില്ല. വി ക്യാൻ ഹെൽപ്പ് ടു സെഡ് ദ ഡോഴ്സ്. നമുക്ക് ഹെൽപ്പ് വേണം സെഡ് ഡോഴ്സ് അല്ലേ? ആൻഡ് ദേ കോട്ട് ഔട്ട് ആൻഡ് ട്രൈ ടു പുഷ്. വീണ്ടും അവർ ശ്രമിച്ചു. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട്. പക്ഷെ അവർക്ക് പറ്റിയില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആ ഡോൾസിന് ആർക്കൊന്നും പെട്ടെന്നല്ല നിൽക്കുന്നത്, അതോ ആരും ഇല്ലാന്ന് തരും അല്ലേ? റെയിൽവേ ട്രാക്കിൽ ആരെങ്കിലും ഉണ്ടാവും, ആൾക്കാരങ്ങനെ ഉണ്ടാവും, അത് പകുതിക്കുന്നാണ് നിന്ന് പോയത്. അപ്പോൾ ഈ ടോയ്സ് ഒന്നും എന്താ ചെയ്യേണ്ടത് ആർക്കും അറിയില്ല. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എഞ്ചിൻ കെയിം പഫിങ് ഡൗൺ അനദർ ട്രാക്ക്. അന്നേരം അതാ അപ്പോൾ ഇങ്ങനെ ഉന്തുന്നതിൻ്റെ ഇടയിൽ, വിഷമിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ട്രാക്ക്, അതർ സൈഡ് ഓഫ് ട്രാക്ക്. ഇപ്പോൾ 2 ട്രാക്ക് ചലിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച്, അതുപോലെ വേറൊരു ട്രാക്കിൽ നിന്ന്, അനദർ ട്രാക്കിൽ നിന്ന് വേറൊരു ഷൈനി ന്യൂ എഞ്ചിൻ അല്ലേ വരുന്നുണ്ട്, വേഗം വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? മേ ബി ദാറ്റ് എഞ്ചിൻ ക്യാൻ ഹെൽപ്പ് അസ് കൈൻഡ് ദ ക്ലൗൺ. ഈ എഞ്ചിൻ നമ്മളെ സഹായിച്ചാലോ ക്ലൗൺ ഇങ്ങനെ വിചാരിച്ചു അല്ലേ? He began to wave a red flag. അവൾ എന്ത് ചെയ്തു? ആ റെഡ് ഫ്ലാഗ് ഇങ്ങനെ, കൊടിയുണ്ടല്ലോ, റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ട്രെയിൻ നിൽക്കാൻ വേണ്ടി ആക്കുന്ന ആ കൊടി ഇങ്ങനെ ആക്കി അല്ലേ? The shiny new engine slowed down. ആ ഷൈനി ന്യൂ എഞ്ചിൻ പതുക്കെ നിന്നു അല്ലേ? ഷീ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ഹിം. ഡോൾസും ടോയ്സും പറഞ്ഞു, ഒച്ചത്തിൽ പറഞ്ഞു അല്ലേ? അവർ എഞ്ചിൻ ഈസ് നോട്ട് വർക്കിംഗ് ദേ സെഡ്. ഞങ്ങളുടെ എഞ്ചിൻ വർക്കിംഗ് അല്ല. അവർ പറഞ്ഞു, പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. നിങ്ങളൊന്ന് ഞങ്ങളെ ആ മൗണ്ടെയിൻ, ആ മലയുടെ അപ്പുറത്ത് എത്തിക്കാമോ പ്ലീസ്? ഇഫ് യു ഡു നോട്ട് അല്ലേ, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ the boys and girls will not have any toys or good things. മറ്റേ ബോയ്സിനും ഗേൾസിനും ഒന്നും ആർക്കും ഗുഡ് തിങ്സും ടോയ്സും ടെഡിബിയർസും ഫുഡും ഒന്നും കിട്ടില്ല. The shiny new engine was very friendly. The shiny new engine ഫ്രണ്ട്ലി ആണ്. You want me to pull you? നിങ്ങൾ എന്നോട് പുള്ള് ചെയ്യാൻ പറയുകയാണോ? He asked. That is not what I do. അത് ചോദിച്ചാൽ എനിക്കെന്താ ഗുണം? ഐ ക്യാരി പീപ്പിൾ. ഞാൻ പീപ്പിളെ കൊണ്ടുപോകുന്ന
ഞാൻ പീപ്പിളെ കൊണ്ടുപോകുന്നുണ്ട്. പീപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങളെ അല്ലേ, അല്ലെങ്കിൽ ആളുകളെ. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. അവർ എൻ്റെ കാർസ് ബോഗികളിലെ സോഫ്റ്റായിട്ടുള്ള സീറ്റ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന കസേര അങ്ങനെ പറയും, അവിടെ ഇരിക്കുകയാണ്. ദേ ലുക്ക് ഔട്ട് ദ വിൻഡോസ്. ചിലവർ എന്ത് ചെയ്യുന്നു? വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡിന്നർ ഡൈനിങ് കാർ. ചില ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട്. ദേ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈനി സ്ലീപ്പിംഗ് കാർ. ചില ആൾക്ക് എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നുണ്ട്. ഐ പുൾ ദ ലൈക്സ് ഓഫ് യു. പിന്നെ ഞാൻ എന്തെങ്കിലും രക്ഷിക്കണം. ഐ ഷുഡ് സേ നോട്ട് ഓഫ് വെൻ ദ ഷൈനി ന്യൂ എഞ്ചിൻ വിതൗട്ട് അനദർ വിൻഡ്. അങ്ങനെ ഷൈൻ എഞ്ചിൻ ഹെൽപ്പ് ചെയ്തില്ല അല്ലേ, പാവം ഉണ്ടാവും അല്ലേ. വെൻ ദ ഷൈനി ന്യൂ എഞ്ചിൻ വിതൗട്ട് അനദർ വേർഡ്. ഹൗ ദെൻ ഓൾ ദ ടോയ്സ് ആൻഡ് ഫെൽറ്റ്. ഇനി ഞങ്ങൾ എന്താ ചെയ്യുക? Then the toys called out. Here comes another engine. വേറൊരു എഞ്ചിൻ വീണ്ടും വീണ. എ ബിഗ് സ്ട്രോങ് എഞ്ചിൻ. അതൊരു വലിയ ശക്തിമാനായ എഞ്ചിനായിരിക്കും. മേ ബി ദിസ് എഞ്ചിൻ വിൽ ഹെൽപ്പ് അസ്. എനിക്ക് തോന്നുന്നു ഇതെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. വീണ്ടും ക്ലൗൺ ഫ്ലാഗ് ഇങ്ങനെ വേവ്ഡ് ഇളക്കി ആടി. ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ കെയിം ടു എ സ്റ്റോപ്പ്. ആ ബിഗ് സ്ട്രോങ് പെട്ടെന്ന് നിർത്തി. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗദർ. ഈ ഡോൾസും ടോയ്സൊക്കെ ഒച്ചത്തിൽ പറഞ്ഞു, പ്ലീസ് ഹെൽപ്പ് അസ് ബിഗ് സ്ട്രോങ് എഞ്ചിൻ. പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ ശക്തിമാനായ വലിയ എഞ്ചിനെ അല്ലെ. അവർ സോപ്പിട്ടിങ്ങനെ പറയുകയാണ്. അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്, അല്ലെങ്കിൽ അവർ എഞ്ചിൻ ഈസ് നോട്ട് വർക്കിംഗ് അല്ലേ, നമ്മുടെ എൻജിൻ വർക്കിംഗ് അല്ല. ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. പക്ഷേ നിങ്ങളൊന്ന് ഞങ്ങളെ ആ മൗണ്ടെയിൻ, ആ മലയുടെ അപ്പുറത്തൊന്ന് എത്തിക്കാമോ? യു മസ്റ്റ് ഹെൽപ്പ് അസ്. പ്ലീസ് ഞങ്ങളൊന്ന് ചെയ്യാമോ? ഓർ എന്നുവെച്ചാൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ മസ്റ്റ് ഹെൽപ്പ് അസ്. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ടു പ്ലേ വിത്ത് അവർ ഗുഡ് ഫുഡ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ബോയ്സ് ഞങ്ങൾ ഫുഡൊന്നും കിട്ടില്ല അല്ലേ. ബട്ട് ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. അപ്പോൾ ഐ ഡു നോട്ട് പുൾ ടോയ്സ്. ഞാൻ ടോയ്സിനെ ഇങ്ങനെ ചെറിയ സാധനം പുൾ ചെയ്യാറില്ല, സ്ട്രോങ് എഞ്ചിൻ അല്ല. ഹീ സെഡ് ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ് കേട്ടോ. ഐ പുൾ കാർസ് വിത്ത് ഫുൾ ഓഫ് ഹെവി ലോഡ്സ്. ലോഡ് എന്ന് വെച്ചാൽ സാധനങ്ങൾ. അത് എങ്ങനത്തെ? ഹെവി ആയിട്ടുള്ള, അത്രയും കാഠിന്യമുള്ള സ്ട്രോങ് എഞ്ചിനല്ലേ. അപ്പോൾ ഇങ്ങനെ ടോയ്സും കൊണ്ടുപോകില്ലല്ലോ. ഐ പുൾ ബിഗ് ട്രക്സ്. ഞാൻ ട്രക്സ് ഉണ്ടല്ലോ, ലോറികളൊക്കെയാണ് കൂടുതലും കൊണ്ടുപോവുക. ഐ ഹാവ് നോ ടൈം ഫോർ ദ ലൈക്സ് ഓഫ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ടൈമൊന്നും ഇവിടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? പഫ്ഡ് ദ സ്ട്രോങ് എഞ്ചിൻ വിതൗട്ട് അനദർ വേർഡ്. അതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവളും പോയി. ബൈ ദിസ് ടൈം ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. ലിറ്റിൽ ട്രെയിൻ ഒട്ടും ഹാപ്പി അല്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വെർ റെഡി ടു ക്രൈ. അവരിങ്ങനെ കരയാൻ പോവുകയാണല്ലേ. അവരിങ്ങനെ കരിയാൻ നമ്മൾ കരച്ചിൽ വരുന്ന സ്ഥലത്താണ് മുഖം എങ്ങനെ ഇരിക്കും? ഒരു വിഷമത്തോടെയും അങ്ങനെയല്ലേ ഉണ്ടാകുക. അപ്പം അവരിങ്ങനെ കരച്ചിൽ തുളുമ്പി നിൽക്കുകയാണ്. ബട്ട് ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്. അപ്പോൾ ടോയ് ക്ലൗൺ വീണ്ടും വിളിച്ചു പറഞ്ഞു, ലുക്ക് 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 അനദർ എഞ്ചിൻ ഈസ് കമ്മിങ്. വേറൊരു എഞ്ചിനും വരുന്ന. അങ്ങനെ 2 എഞ്ചിൻ ഇത്ര നേരം വന്നു, 3ാമത്തെ എഞ്ചിനതാ മക്കളെ വരുന്നതെന്ന് ഇങ്ങനെ പറയാണ്. ഇതെല്ലാം പറയുന്നത് ടോയ് ക്ലൗൺ അല്ലേ. ടോയ് ക്ലൗണും കരയാൻ പോവുകയാണ്. പെട്ടെന്നാണ് വേറൊരു എഞ്ചിൻ വരുന്നത്. അപ്പം നിൽക്കാൻ പറഞ്ഞു അവർ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിനായിരുന്നത് അല്ലേ. ഒരു ചെറിയ ഈ എഞ്ചിൻ പോലെ തന്നെയുള്ള, ഇവരുടെ കയ്യിലുള്ള ഈ കുഞ്ഞു എഞ്ചിൻ പോലെ തന്നെയുള്ള ലിറ്റിൽ ബ്ലൂ എഞ്ചിനായിരുന്നു അല്ലേ. ചെറിയൊരു നീല എഞ്ചിനായിരുന്നു. വെരി ലിറ്റിൽ വൺ. അവൾ വളരെയധികം ചെറിയൊരു എഞ്ചിനായിരുന്നു.
അല്ലേ? മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ഇപ്പോൾ ഇതെങ്കിലും നമ്മളെ സഹായിക്കുന്നതാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. അവളൊരു അത്രയും ഹാപ്പിയായ സന്തോഷകാരിയായ ഒരു എൻജിനായിരുന്നു. അവളാണ് ഷീ എന്ന് പറയുമ്പോൾ അവൾ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് വൺസ്. അവൾ കണ്ടു ഇങ്ങനെ ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി അല്ലേ, ഇങ്ങനെ വീശുന്ന റെഡ് ഫ്ലാഗ്, ചുവന്ന കൊടി വീശുന്ന കണ്ടു. അവൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഷീ ആസ്ക്ഡ് ഇൻ എ കൈൻഡ് വേ. ഷീ ആസ്ക്ഡ് കൈൻഡ്ലി വെച്ചാൽ മറ്റേ ട്രെയിനൊക്കെ എന്ത് ചെയ്തു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നമുക്കൊരു സമയമില്ലാത്ത വല്ല ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. പക്ഷെ ഇവളെന്താ ചെയ്തത്? ഇവൾ സമാധാനത്തോടെ വാട്ട് ഈസ് ദ മാറ്റർ? ഷീ ആസ്ക്ഡ് കൈൻഡ്ലി, അത്രയും കൂളായിട്ട് ചോദിച്ചു, ദേഷ്യപ്പെടാതെ. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ cried the dolls and toys. ഇതിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, will you pull is over the mountain? Pull us over the mountain. ഞങ്ങളെ ഒന്ന് ആ മലയുടെ അപ്പുറത്തെത്തിക്കാമോ? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ വർക്കിംഗ് അല്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ്, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. ബോയ്സിനും ഗേൾസിനും ടോയ്സും ഗുഡ് ഫുഡ് ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ, ഞങ്ങളൊന്ന് എത്തിക്കാമോ ആ മൗണ്ടെയിൻ്റെ അപ്പുറത്ത്? പ്ലീസ് ഹെൽപ്പ് അസ്. ഹോ മൈ ഡിയർ സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഡിയർ ഉണ്ട്, അതവിടെ ചേർക്കാറ്റാണ് കേട്ടോ, അല്ലേ? എഴുതിയതിൽ കുറച്ച് തെറ്റുണ്ട്, അത് ഞാൻ വായിച്ചുതരാം. ഹോ മൈ ഡിയർ ഉണ്ട്, ഇവിടെ ഡിയർ ഉണ്ട്, ശേഖരം വിട്ടാണ്. ഹോ മൈ ഡിയർ സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഐ ആം നോട്ട് വെരി ബിഗ്. ഞാൻ ഒട്ടും വലുതല്ല. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്. ഞാൻ ട്രെയിൻസിനെ പുള്ള് ചെയ്ത് എന്ന് വെച്ചാൽ കൊണ്ടുപോകാറുമില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ യാർഡ്സ്. ഞാൻ ചെറിയ യാർഡ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, ചെറിയ സാധനങ്ങളെ യാർഡ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കുറച്ച് ദൂരെ അവൾ ഓടും. 50 മീറ്റർ അങ്ങനെ ദൂരത്തിന് സ്പീഡിലൊന്നും ഓടില്ല. അതാണ് യാർഡ്സിൻ്റെ അർത്ഥം കേട്ടോ. ഐ ഹാവ് നെവർ ഇവൻ ബി ഓവർ ദ മൗണ്ടൻ. എനിക്ക് മൗണ്ടൻ അപ്പുറത്ത് എന്താണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻസ് വീക്ക്. പക്ഷേ ഞങ്ങൾക്ക് ചിൽഡ്രൻസ് ഉണരുന്നതിന് മുമ്പേ അവിടെ എത്തണം, അല്ലേ? സോ ദാറ്റ് ടോയ്സ് ആൻഡ് ഡോൾസ്. ടോയ്സും കളിപ്പാട്ടങ്ങളും, ഡോൾസ് എന്ന് വെച്ചാൽ ടെഡ്ഡി ബിയേഴ്സ്, ക്ലൗണൊക്കെ പറഞ്ഞു, അല്ലേ? ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? കുട്ടികൾ ഉണരുന്നതിന് മുന്നേ അങ്ങ് മൗണ്ടൻ കടന്ന് അവരുടെ സ്ഥലത്തെത്തണം. പ്ലീസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിക്വിഡ്, പ്ലീസ് ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ.
The little blue engine looked at its dolls and toys. ആ ലിറ്റിൽ എഞ്ചിൻ ഇങ്ങനെ നോക്കി, ഈ ഡോൾസിനെയും ടോയ്സിനെയും എല്ലാവരുടെയും മുഖത്തിങ്ങനെ നിരാശയോടെ നോക്കി. She could see that they were not happy. അല്ലേ? അപ്പോൾ ഇവളിത് സഹായം ചെയ്തില്ലെങ്കിൽ ബോയ്സും ഗേൾസും ഒരിക്കലും ഹാപ്പി ആയില്ല. She thought about the children on the other side of the mountain. Without toys or good food, they would not be either. അവർക്കിതൊന്നും കിട്ടില്ലല്ലേ ഇവിടെ സഹായിച്ചില്ലെങ്കിൽ. ഇതൊക്കെ അവളെ മനസ്സിലുണ്ട്. The little blue engine pulled up close. She took hold of the little train. അവൾ എന്ത് ചെയ്തു? ഒരു കോൺഫിഡൻസോടെ ലിറ്റിൽ എഞ്ചിനെ പിടിച്ചു. എന്നിട്ട് ചങ്ങലയിട്ടിട്ട് the toys and dolls climbed back into their cars. ആ ബോയ്സും ഡോൾസൊക്കെ വീണ്ടും മറ്റേ ലിറ്റിൽ എഞ്ചിൻ്റെ ക്ലാസ്സിൽ കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ബ്ലൂ എഞ്ചിൻ ലിറ്റിൽ എഞ്ചിനെ വിളിക്കാൻ തുടങ്ങി. At last the little blue engine said, I think I can climb up the mountain. എനിക്ക് കഴിയും ആ മൗണ്ടെയിൻ കടക്കാൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ അപ്പ് എന്ന് പറയുന്നില്ലേ, മനസ്സിലാക്കുക. അതുപോലെ അവളിങ്ങനെ എനിക്ക് കഴിയും, ഐ തിങ്ക് എന്ന് വെച്ചാൽ എനിക്ക് കഴിയും, ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ. എനിക്ക് കഴിയും ആ മൗണ്ടെയിൻ കടന്ന് അപ്പുറത്തെത്താൻ. ഐ തിങ്ക് ഐ ക്യാൻ എന്നവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ബിഗൈൻ ടു പുൾ. വീണ്ടും അവളിങ്ങനെ അത്രയും ശക്തിയോടെ ബലം ഫുള്ള് എടുത്ത് വലിച്ചു. ഷി ടഗ്ഡ് ആൻഡ് ഷി പുൾഡ്. ആൻഡ് ഷി ടഗ്ഡ്. Puff, 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 chung, chung, chung. But the little engine, I think I can, she said. Slowly, the train started to move. പെട്ടെന്ന് ആ കുഞ്ഞു എഞ്ചിൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലേ. എല്ലാവരും വളരെ സന്തോഷത്തോടെ the dolls and toys began to smile and clap. ഡോൾസും ടോയ്സൊക്കെ മൂവ് കണ്ടിട്ട് ക്ലാപ്പും ചെയ്തു, വളരെ പുഞ്ചിരിയോടെ ചിരിച്ചു. Puff, puff, chung, chung. Up the mountain went the little blue engine. അല്ലേ? ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സേയിങ്. അപ്പോൾ ഈ നടക്കുന്ന എല്ലാ സമയങ്ങളിലും ഒരു സെക്കൻഡിൽ വരെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഐ തിങ്ക് ഐ ക്യാൻ, അപ്പ് എനിക്ക് കടന്ന് അപ്പുറത്തെത്താൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ദ ലിറ്റിൽ എഞ്ചിൻ ക്ലൈംബ്ഡ് അവൾ വീണ്ടും പറഞ്ഞു. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ആ മൗണ്ടെയിൻ്റെ ടോപ്പിൽ ഏറ്റവും മുകളിൽ. അല്ല, മല എങ്ങനെ ഉണ്ടാകുക? ഇവിടുന്ന് ഇങ്ങനെ കയറി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുക, അങ്ങനെയല്ലേ ഉണ്ടാകുക? അതുപോലെ അവൾ ഏറ്റവും ടോപ്പിലെത്തി അല്ലേ, മൗണ്ടെയിൻ്റെ കുത്തനെയുള്ള ആ ഭാഗത്തെത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. പെട്ടെന്ന് ആ സിറ്റി കണ്ടു അവൾ. മേലെ എത്തിയപ്പോൾ അപ്പുറത്തെ അതർ സൈഡിലാണല്ലോ കുട്ടികളുള്ളത്. സിറ്റി കണ്ടു അവൾ. ഹുറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. ഹുറേ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സന്തോഷം വരുമ്പോഴാണ് ഹുറേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ആ വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ, അർത്ഥമൊന്നുമില്ല, ആ വാക്കിന് അർത്ഥമൊന്നുമില്ല. ഹുറേ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുമല്ലേ, ഹുറേ എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമില്ല ആ വാക്കിന്. ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. അത്രയും സന്തോഷത്തോടെ ഹുറേന്ന് ആര് കരഞ്ഞു? ഡോൾസ് ആനിമൽസ് സന്തോഷ കണ്ണീർ കരഞ്ഞു. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി സെഡ് ദ ടോയ് ക്ലൗഡ്. ബോയ്സും ഗേൾസൊക്കെ നമ്മളെ കാണുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലാണ് ഇവിടെ എത്തിയത്. ബോയ്സും ഗേൾസൊക്കെ നമ്മളെ കാണുമ്പോൾ വളരെ ഹാപ്പി ആകും. ലിറ്റിൽ ക്ലൗണ് പറയുകയാണ് അല്ലേ, ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് അസ്. നീ ഞങ്ങളെ സഹായിച്ചു. ആരോട് പറയാണ്? എല്ലാവരും കൂടെ ആരോട് പറയാണ്? ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എല്ലാവരും കൂടെ ടോയ്സും ഒക്കെ പറയാണ്, നീ ഞങ്ങളെ സഹായിച്ചു, നീ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലേ. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ജസ്റ്റ് സ്മൈൽ. അവളങ്ങനെ ഷോ ഒന്നും ഇറക്കിയില്ല അല്ലേ. എല്ലാ കാരണം ഞാൻ രക്ഷിച്ചല്ലോ, വലിയ ആളാവില്ലേ. ഇവളങ്ങനൊന്നുമില്ല, ഇവൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചിരിച്ചു അല്ലേ, സന്തോഷത്തോടെ ചെറുതായിട്ട് ചിരിച്ചു, ജസ്റ്റ് സ്മൈൽ. ബട്ട് അസ് ദ പഫ്ഡ് ഡൗൺ ദ മൗണ്ടെയിൻ, ഞങ്ങൾ അവിടെ എത്തി. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ seemed to say, I thought I could. അപ്പോൾ ഈ ഒരു കഥ വളരെ മനോഹരമായ ഒരു കഥയാണ് അല്ലേ, വളരെ ഭംഗിയുള്ളൊരു ചെറിയൊരു കഥയാണ്. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു കഥയാണ്.
എന്നാണ് ഈ കഥേൻ്റെ പേര്? ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് അല്ലേ? അപ്പോൾ ഈ കഥ നിങ്ങൾ പലവരും എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു കഥയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കുക ഈ ചെറിയൊരു വീഡിയോ. ഞാനിപ്പോൾ ഇത് ഇംഗ്ലീഷ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.